സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ്. പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ, ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ്. നമ്മുടെ ചികിത്സ തുടർന്നു പോകും. തുടർ ചികിത്സയാണ് ഇതിൻ്റെ ലക്ഷ്യം. വനിതാ ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം പദ്ധതിയുടെ ഭാഗമായി തൃശൂർ മെഡിക്കൽ ഓഫീസും ആരോഗ്യ കേരളം തൃശൂരും ചേലക്കര താലൂക്ക് ആശുപത്രിയും ചേലക്കര ജീവോദയ ആശുപത്രിയുമായി സഹകരിച്ച് ഏകദിന ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഫെബ്രുവരി 4-ാം തീയതി മുതൽ ആരംഭിച്ച ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം പദ്ധതിയുടെ ഭാഗമായി 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ കണ്ടുവരുന്ന ഗർഭാശയകള അർബുദം, സ്തനാർബുദം എന്നിവ പരിശോധനയ്ക്ക് വിധേയമാക്കി അർബുദത്തെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തിലാണ് തൃശൂർ മെഡിക്കൽ ഓഫീസും ആരോഗ്യ കേരളം തൃശൂരും ചേലക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയും ജീവോദയ ആശുപത്രിയുമായി സഹകരിച്ച വനിതാ ദിനത്തോടനുബന്ധിച്ച് ജില്ലാതല ഏകദിന ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് നിർവഹിച്ചു. കഴിഞ്ഞ കോവിഡ് കാലം ലോകത്താകെ അതിൻ്റെ വ്യാപനം ഉണ്ടായപ്പോൾ സമ്പന്ന രാജ്യങ്ങൾ പോലും എന്ത് ചെയ്യണം എന്നറിയാതെ മരവിച്ച് നിൽക്കവേ ആ രാജ്യങ്ങളെയാകെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഈ മലയാളി മണ്ണ് അതിനെ പ്രതിരോധിക്കാൻ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. അപ്പോൾ ഒട്ടേറെ സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ, സംവിധാനങ്ങൾ ആരോഗ്യരംഗത്ത് നമുക്കുണ്ട്. അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിലുള്ള നമ്മുടെ പോരായ്മകൾ അത് സമൂഹത്തെ രോഗാതുരമാക്കുന്നതിന് വഴിവെക്കുന്നു എന്ന ദുഃഖകരമായ സ്ഥിതിയും സമാന്തരമായി നാം അനുഭവിക്കേണ്ടി വരികയാണ്. രോഗം വരാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കും പൊതുസമൂഹത്തിനുമുണ്ട് എന്നതിനൊപ്പം രോഗം വന്നാൽ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അത് തിരിച്ചറിയാനും ചികിത്സ തേടാനും നമുക്ക് കഴിയുമ്പോൾ ഒരു പരിധിവരെ മനുഷ്യജീവന് വരെ അപകടകരമാകുന്ന അവസ്ഥ ഉണ്ടാകാതെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. ജീവോദയ ആശുപത്രിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ വനിതാ ദിനം അല്ലെ, ഏതൊരു പരിപാടി ഉണ്ടാവുമ്പോഴും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, സന്തോഷമായാലും ദുഃഖമായാലും അതൊക്കെ കൂടുതൽ അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ് അല്ലെ, സ്ത്രീകള്. നമ്മൾ ഏറ്റവും മുന്നിലാണ്, എല്ലാ കാര്യഘട്ടത്തിലും നമ്മൾ മുന്നിലാണെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ഏറ്റവും മാറ്റി വയ്ക്കുക നമ്മുടെ അസുഖമായിരിക്കും അല്ലേ. നമ്മളെ പറ്റി മാത്രം ചിന്തിക്കില്ല, നമ്മുടെ ഹസ്ബൻഡിൻ്റെ കാര്യം, അച്ഛൻ, അമ്മ, മക്കള്, അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കി നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കും. പക്ഷേ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ ജില്ലാ തലത്തിലായാലും നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ നടക്കുന്ന ക്യാമ്പുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒന്നിനോ ഇല്ലെങ്കിലും വെറുതെ ഒന്ന് നോക്കാമെന്ന് ചോദിച്ചിട്ടായിരിക്കും നമ്മൾ പോവുക. അവിടെ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾക്ക് അതിൻ്റെ ആദ്യഘട്ടം മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് തന്നെ ഇങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെ തന്നെ സംഘടിപ്പിക്കും. നമുക്കറിയാം, സർക്കാർ നിരവധി പ്രവർത്തനങ്ങളാണ് ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ രംഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യത്തിന് നോക്കിയാലും അതിനൊന്നും നമുക്ക് ഫണ്ടുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം പഞ്ചായത്തുമായി നിരന്തരം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ എല്ലാ മേഖലകളിലേക്കും ഫണ്ട് ഇല്ലെങ്കിലും നമ്മുടെ ആരോഗ്യ മേഖലയിലേക്ക് ഫണ്ട് നമുക്ക് മാറ്റിവെക്കേണ്ടി വരിക. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കും. അപ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള ക്യാമ്പുകൾ നിരവധി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ KP ശ്രീജയൻ, അരുൺ കാളിയത്ത്, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസറും മെഡിക്കൽ ഓഫീസറുമായ PA സന്തോഷ് കുമാർ, ജീവോദയ ആശുപത്രിയിലെ അഡ്മിനിസ്ട്രേറ്റർ CSE C പുഷ്പ, വാർഡ് മെമ്പർ T ഗോപാലകൃഷ്ണൻ, ജീവോദയ ആശുപത്രിയിലെ ജനറൽ മാനേജർ ലിയോ ജോസഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ KK ഗൗതമൻ വിഷയാവതരണം നടത്തി. 90% വീടുകളും കയറി ഇറങ്ങി കഴിഞ്ഞു. അതിലൂടെ നമ്മൾ ഈ ക്യാൻസർ ക്യാമ്പയിൻ ആരംഭിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ഫെബ്രുവരി 4 മുതൽ മാർച്ച് 8 വരെ നീളുന്ന ഈ സ്ക്രീനിങ് പരിപാടിയുടെ തുടക്കം കുറിച്ചത്.
നമുക്ക് ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ഈ സർവേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും അതിലുൾപ്പെടുന്ന ആൾക്കാരെ ഈ സ്ക്രീനിങ് ക്യാമ്പിൽ കൊണ്ടുവന്ന് നമ്മൾ വിവിധ ടെസ്റ്റുകൾക്ക് വിധേയരാക്കാനും കഴിഞ്ഞു. ഫെബ്രുവരി 4-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടി വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം എല്ലാ FSCകളും കേരളത്തിലെ എല്ലാ FSCകളിലും ഈ സ്ക്രീനിങ് പ്രോഗ്രാം നടന്നു കഴിഞ്ഞു. ബ്ലോക്ക് അടിസ്ഥാനത്തിലും എല്ലാ ഉദ്ഘാടനങ്ങളും കഴിഞ്ഞു. നമ്മൾ മെഗാ സ്ക്രീനിങ് ക്യാമ്പുകൾ കഴിഞ്ഞു. ഏകദേശം 45,000 പേരോളം നമ്മളിപ്പോൾ ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ സ്ക്രീൻ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കേരള സംസ്ഥാനത്തിൽ തന്നെ 4ാമതായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം സ്ക്രീനിങ്ങിൽ അത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. പരിപാടിയിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സീലിയ ക്യാൻസർ സ്ക്രീനിംഗിന് നേതൃത്വം നൽകി. CCV ന്യൂസ് ചേലക്കര.